ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വീഡിയോ നമ്മൾ തൃശ്ശൂർ പോവുകയാണ്. തൃശ്ശൂർ എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ സാംസ്കാരിക നഗരമായ തൃശ്ശൂർ മെഡിക്കൽ കോളേജും തൃശ്ശൂർ നമ്മുടെ സംസ്ഥാനത്തെ ആരോഗ്യ യൂണിവേഴ്സിറ്റിയായ ഹെൽത്ത് യൂണിവേഴ്സിറ്റിയായ കുവാസ്, അതുപോലെ തന്നെ വടക്കുനാഥൻ ക്ഷേത്രം നമ്മൾ തൃശ്ശൂർ പോലെ നടക്കുന്ന അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കണ്ട് വരാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ യാത്ര അങ്ങനെ പുറപ്പെടുകയാണ്. വണ്ടിയിലാണ് യാത്ര, ബൈക്കിലാണ് യാത്ര. കാസർഗോഡ് ജില്ലയിലേക്ക് ടൗണിലേക്ക് ഇങ്ങനെ പോവാണ്. ഇതാണ് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരം. ഈ ഭാഗത്താണ്. മനോഹരമായ ദൃശ്യങ്ങളാണ് രാവിലെ തന്നെ. അതുപോലെ തന്നെ നമ്മൾ റെയിൽവേയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഏറ്റവും വൃത്തിയായിട്ടുള്ള സ്റ്റേഷൻ കൂടിയാണ് ഇപ്പോൾ നമ്മുടെ കാസർഗോഡ്. അമൃത് ഭാരത് പദ്ധതി കാരണം നമുക്ക് സ്റ്റേഷൻ നവീകരിച്ചിട്ടുണ്ട്. നമ്മളെ വണ്ടിയോട് വെച്ചിട്ടുണ്ട്. വണ്ടിയുടെ ഇവിടെ വെച്ചാൽ പൈസ കൊടുക്കണ്ട. റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട്. ഇത് നമ്മളൊരു പള്ളിയുണ്ട്, തെരുവ് നടക്കുന്ന പ്രസിദ്ധമായ പള്ളി. അപ്പോൾ നമ്മളെ റെയിൽവേക്ക് പോവുകയാണ്. റെയിൽവേൻ്റെ മുൻവശം മനോഹരമായിരിക്കുന്നു. ടിക്കറ്റ് എടുത്തിരിക്കുന്നു. ഷൊർണൂരിലേക്കാണ് ടിക്കറ്റ് എടുത്തത്. പാലക്കാട് ഷൊർണൂർ, കേരളത്തിൻ്റെ ആസ്ഥാനം റെയിൽവേയുടെ. അവിടേക്ക് എത്തിയിട്ടുണ്ട്. നേരെ നമ്മൾ പ്ലാറ്റ്ഫോമിലേക്ക് എത്തി. ചായ തേടി പോയി കടികൾ നോക്കി നമ്മളെ ചായ വാങ്ങി, ഒരു കടിയും കുടിച്ച് ചായ കുടിച്ച് കാത്തിരുന്നു. അപ്പോൾ വന്നിരിക്കുകയാണ് നമ്മളെ പരശുരാം എക്സ്പ്രസ് ട്രെയിൻ. അതിൽ വന്നിരിക്കുന്നു. നേരെ ഏതെങ്കിലും സ്ലീപ്പർ നോക്കി കൈ കട്ടിയാൽ നിർത്തുന്നില്ല. അങ്ങനത്തെ സാധനമാണ് ട്രെയിന്. നമ്മളെ സീറ്റ് കാത്തിരിക്കുന്നു. അതാണ് നമ്മളെ സീറ്റ്. സ്ലീപ്പറാണ്, അല്ലെങ്കിൽ ജനറൽ തോന്നുന്നുണ്ട്, അതറിയില്ല. സ്ലീപ്പർ കയറി പത്രം വായിച്ച് ഇങ്ങനെ കിടന്നു. ഒരു ഉറക്കം അങ്ങോട്ട് ഉറങ്ങി. ഏകദേശം 2 മണിക്കൂർ ഉറങ്ങി എണീച്ച് പെട്ടെന്നാണ് ഷൊർണൂർ എത്തിയത്. അറിഞ്ഞിട്ടില്ല. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലൂടെ കടന്നു പോവുകയാണ്. ഏറ്റവും വലിയ സ്റ്റേഷനാണ് കേരളത്തിലെ. എല്ലാ ട്രെയിനുകളും ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. നമ്മളെ ഷൊർണൂർ ജംഗ്ഷനിലാണ് ഇപ്പോൾ ഉള്ളത്. ഷൊർണൂർ സ്റ്റേഷൻ്റെ മുൻവശത്താണുള്ളത്. ഇവിടുന്ന് ബസ് കയറി. ഇവിടുന്ന് അത്താണിയിലേക്കാണ് ബസ് കയറുന്നത്. നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം തൃശ്ശൂർ മെഡിക്കൽ കോളേജാണ്. തൃശ്ശൂർ ബസ്സിൽ നിന്നും ഇറങ്ങി നമ്മൾ റിക്ഷയിലേക്ക് പോവുകയാണ്. റിക്ഷയുടെ മീറ്റർ മനോഹരമായിരിക്കുന്നു. ആദ്യം കുവാസ്, കേരള ആദ്യത്തെ യൂണിവേഴ്സിറ്റിയായ ആരോഗ്യ ശാസ്ത്ര സർവകലാശാലയിലേക്ക് എത്തിയിരിക്കുന്നു. അവിടെ നിന്ന് തിരിച്ചു വന്നു. അവിടെ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ് നേരെ തിരിച്ചു വന്നു. തൃശ്ശൂർ മെഡിക്കൽ കോളേജിൻ്റെ മുൻവശത്താണ്. ഇതാണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജ്. അവിടെ നിന്ന് തിരിച്ച് വണ്ടി കയറി ഇപ്പോൾ തൃശ്ശൂർ ടൗണിലേക്ക് എത്തിയിരിക്കുന്നു. KSRTC ബസ് സ്റ്റാൻഡ്. നമ്മുടെ വടക്കുന്നാഥൻ ക്ഷേത്രത്തിൽ ട്രെയിൻ ലേറ്റായതുകൊണ്ട് ട്രെയിൻ പെട്ടെന്ന് കിട്ടിയതുകൊണ്ട് പോകാൻ പറ്റിയില്ല. ഇതാണ് തൃശ്ശൂർ സ്റ്റേഷൻ. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തേക്ക് പോയി തിരിച്ചു വന്ന് റെയിൽവേൻ്റെ അകത്ത് കയറി. ടിക്കറ്റൊന്നുമില്ല. നമ്മൾ AC ടിക്കറ്റ് TT കാണാം. ചായ വാങ്ങി ട്രെയിൻ വരികയാണ്. നമ്മുടെ ട്രെയിൻ വന്നു. പെട്ടെന്ന് നമ്മൾ ട്രെയിനിലേക്ക് കയറി. TTയെയും കാത്ത് TTയുടെ ബാക്കിൽ തന്നെ ഓടി. TT നിൽക്കുന്നില്ല. TTയുടെ വലിയൊരു TT നിന്നിട്ടുണ്ട്. വലിയ മനുഷ്യനാണ്. അദ്ദേഹത്തെ കണ്ട് ഒരു ടിക്കറ്റ് ഒപ്പിച്ചു. ട്രെയിൻ വിട്ടു. വീണ്ടും നമ്മളെ സീറ്റിലേക്ക് നമ്മൾ മെല്ലെ പോകാൻ നോക്കുകയാണ്. അധിക ടിക്കറ്റ് കൊടുത്തു. സീറ്റ് അയാൾ തന്നു, പാവം. സീറ്റിലേക്ക് നമ്മൾ കയറിയിരുന്നു. അങ്ങനെ കയറിയതിനു ശേഷം വീണ്ടും ഒരു ഉറക്കം കഴിഞ്ഞു. വീണ്ടും താഴെ വന്നു. കേരള റെയിൽവേ ആയതുകൊണ്ട് നമ്മൾ ഈ ഭാഗത്തായതുകൊണ്ട് എന്തോ വെള്ളമില്ല. തിരിച്ചു വരി കിടന്നു. വീണ്ടും ഒരു ഉറങ്ങി. ഇങ്ങനെ ഉറങ്ങി എങ്ങനെയെങ്കിലും വൈകുന്നേരമായി. ഇതാണ് നമ്മളെ സീറ്റ്. മനോഹരമായിരിക്കുന്നു നമ്മളെ സീറ്റും കാര്യങ്ങൾ. പുതപ്പുണ്ട്, ഒന്ന് പോയിക്കൊണ്ടെങ്കിലാ. അപ്പോൾ വീണ്ടും ഉറങ്ങി നല്ല താഴെ ഇറങ്ങുമ്പോൾ മനോഹരമായ നമ്മളെ കാസർഗോഡ് ജില്ലയിൽ എത്തിയിരിക്കുകയാണ്. തൃക്കരിപ്പൂർ ഭാഗത്താണ് തോന്നുന്നുണ്ട്. തൃക്കരിപ്പൂർ ഭാഗത്ത് എത്തി പിള്ളേരൊക്കെ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. തൃക്കരിപ്പൂർ ഭാഗം കഴിഞ്ഞ് ഇങ്ങനെ ജില്ലയിൽ പ്രവേശിച്ചുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് കടന്നു വരികയാണ്. മനോഹരമായ വയലൊക്കെ കാണുന്നുണ്ട്. കേരളത്തിൻ്റെ ഭംഗി ആസ്വദിച്ച് ഇങ്ങനെ കടന്നു വരുന്നു. വന്ന് രാത്രിയാവാൻ പോവുകയാണ്. വീണ്ടും നമ്മൾ കാസർഗോഡ് ജില്ലയിലേക്ക് എത്തുന്നതും മനോഹരമായ കാസർഗോഡ്. എവിടെ പോയാലും നമുക്ക് ഒരു സുഖമുണ്ട്. ലോകത്ത് എവിടെയും പോയിട്ടൊന്നുമില്ല. എന്നാലും ഇവിടെ എത്തുമ്പോൾ വല്ലാത്ത സുഖമാണ്. നമ്മളെ കാസർഗോഡ് ഇങ്ങനെ എത്തുമ്പോൾ എവിടെ പോയാലും, കണ്ണൂരായാലും എവിടെ പോയാലും, വലിയ ലോകം ചുറ്റാത്ത ഒരാളാണ് ഞാൻ. എന്നാലും ഇവിടെ എത്തുമ്പോൾ ഒരു സുഖം വരാം. എല്ലാവർക്കും ഇങ്ങനെ ആയിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും നമ്മളെ ചാനലിൽ കമൻറ്റ് ഇടുക. ഓക്കെ, താങ്ക് യു.